VM സാദിഖലിയാണ്. മുതുമല ടൈഗർ റിസർവിലൂടെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് റോട്ടിലൂടെ ഒരു ജീപ്പിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ ദൂരെ ഒരു പച്ച ഇല ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതെന്തോ ജീവിയാണ്. ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വണ്ടി മെല്ലെ പതുക്കെ പോയ സമയത്താണ് കാണുന്നത്. അതൊരു ഇന്ത്യൻ കമലിയോൺ ആയിരുന്നു. ഇന്ത്യൻ കമലിയോണിൻ്റെ ഒരു പ്രത്യേകത തന്നെ അത് ഓരോ സ്ഥലത്ത് കയറുന്ന സമയത്തും ഓരോ ചെടിയിലാണെങ്കിൽ അതിൻ്റെ കളറിൽ, അല്ലെങ്കിൽ ഒരു റോട്ടിലാണെങ്കിൽ റോഡിനോട് ഇണങ്ങുന്ന കളറിലായിരിക്കും ഉണ്ടാകുക. നിറം മാറുന്ന ഓന്തുകളാണ് ഇന്ത്യൻ കമലിയോൺ. ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് നിർത്തി. വളരെ സാവധാനം പതുക്കെ അത് റോഡിൻ്റെ എതിർവശത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊരു ചെടിയുടെ മുകളിൽ കയറിയിട്ട് ഇരിക്കുന്നൊരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ ധാരാളം ചിത്രങ്ങൾ പകർത്തുകയും അതിൻ്റെ ധാരാളം വീഡിയോഗ്രാഫി പകർത്തുകയൊക്കെ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കാരണം ഞാൻ ഐ ടു ഐ ലെവലിലാണ് ഈ ഒരു ചിത്രങ്ങളും ഈ ഒരു ഫോട്ടോഗ്രാഫ്സൊക്കെ പകർത്തിയത്. അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുപാറായിട്ട് ഒരു ഈച്ച ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ണുകൾ 360 ഡിഗ്രിയിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അത് ഇന്ത്യൻ കമലിയോണിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ കണ്ണുകൾ എല്ലാ സമയത്തും 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമെന്നുള്ളത്. രണ്ട് കണ്ണുകളും രണ്ട് ദിശകളിലൊക്കെ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫ്സും വീഡിയോഗ്രാഫ്സും ഒക്കെ പകർത്തി ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഇത്തരത്തിലാണ് നമുക്ക് ഓരോ കാഴ്ചകളൊക്കെ കിട്ടുന്നത്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പലപ്പോഴും ചിത്രങ്ങൾ കിട്ടിയില്ലെങ്കിലും അൺഎക്സ്പെക്റ്റഡായിട്ട് ധാരാളം ചിത്രങ്ങൾ നമുക്ക് കിട്ടും. കാടിന് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ പ്രധാനമായിട്ടുള്ളൊരു ഉത്തരം. അങ്ങനെ പഴയതുപോലെ തന്നെ BBC വൈൽഡ് ലൈഫ് മാഗസിനിലേക്ക് ഞാൻ എൻ്റെ ഈ ഒരു ചിത്രം അയച്ചു കൊടുക്കാനുണ്ടായത്. ധാരാളം ചിത്രങ്ങൾ ഇതിൻ്റെ മുൻപും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം അയച്ചു കൊടുത്ത സമയത്ത് 2014 ഏപ്രിൽ ലക്കത്തിലാണ് ഈ ഒരു ചിത്രം പബ്ലിഷായിട്ട് വന്നത്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി. സാധാരണ 9 ചിത്രങ്ങളും 10 ചിത്രങ്ങളൊക്കെ എടുത്തിരുന്ന BBC വൈൽഡ് ലൈഫ് മാഗസിന് ആ വർഷം ആ മാസം 6 ചിത്രങ്ങളെയാണ് സെലക്ട് ചെയ്തത്. അതിൽ 6ാമത്തെ ചിത്രമായിട്ടാണ് എൻ്റെ ചിത്രം ആ ലക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അതിൻ്റെ വിവരണങ്ങളൊക്കെ എഴുതിയിട്ടായിരുന്നു അയച്ചു കൊടുത്തിരുന്നത്. ആ സമയത്ത് അതിൻ്റെ ക്യാപ്ഷൻ എടുത്തത് എന്നോട് പോലും ചോദിക്കാതെ BBC വൈൽഡ് ലൈഫ് മാഗസിനായിരുന്നു. അവരേറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ഹെഡ്ലൈൻ തന്നെയായിരുന്നു അതിനിട്ടുണ്ടായിരുന്നത്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള 2 ചിത്രങ്ങളാണ് എനിക്കങ്ങനെ BBC വൈൽഡ് ലൈഫ് മാഗസിനിൽ വന്നത്. ആദ്യത്തെ ചിത്രം ലെപ്പേർഡിൻ്റെ ചിത്രവും 2ാമത്തെ ചിത്രം ഇന്ത്യൻ കമലിയോണിൻ്റെ ചിത്രമായിരുന്നു.